അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ ഡ്രോൺ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുമോ? അതിനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുന്നു. ലോകം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. മൊസാദൊക്കെ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ച് വർഷങ്ങളോളം നിരീക്ഷണം നടത്തി ഇത്തരത്തിലുള്ള പലവിധ ഓപ്പറേഷനുകളും നടത്താറുണ്ട്. അതിൽ പലതും വിജയിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ പേജറുകളൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കുറേ അധികം ഹിസ്ബുള്ളയുടെ ഭീകര നേതാക്കളെയൊക്കെ കൊലപ്പെടുത്തിയ സംഭവം. അത്തരത്തിലുള്ള ഒരു ആക്രമണ രീതിയെക്കുറിച്ച് ലോകം ഇന്നുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത സമയത്ത് മൊസാദ് കൃത്യമായി നടപ്പാക്കി. ഇവിടെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ അമേരിക്ക ഇസ്രയേലിനൊപ്പം നിൽക്കുകയും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് പെട്ടെന്ന് വെടിനിർത്തലൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആക്രമിക്കും. അതായത് ഡ്രോൺ ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നാഭിയിലേക്ക് ഒരു ആയുധം പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ലോകം തന്നെ ഞെട്ടുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പം അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ഇറാൻ്റെ ഉന്നത തലത്തിലുള്ള ഒരു വക്താവാണ്, അല്ലെങ്കിൽ ഒരു നേതാവാണെന്ന് പറയാം. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ച് ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന പരമോന്നത നേതാവ്, അദ്ദേഹത്തിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവ് എന്നറിയപ്പെടുന്ന ജാവേദ് ലാരിജാനിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഫ്ലോറിഡയിലുള്ള എസ്റ്റേറ്റിൽ, അതായത് മാർ എ ലോഗോ എന്ന് പറയുന്ന എസ്റ്റേറ്റിൽ അദ്ദേഹം വെയിൽ കാഞ്ഞാനായിട്ട് കിടക്കുന്നു. ഇപ്പം വെയിൽ കാഞ്ഞ് കിടക്കുക എന്നൊക്കെ പറയുന്ന യൂറോപ്യൻസിൻ്റെ അല്ലെങ്കിൽ അമേരിക്കക്കാരുടെയൊക്കെ ഒരു ശൈലിയാണ്. അത്തരത്തിൽ മാർ എ ലോഗോയിൽ വെയിൽ കാഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിടക്കുമ്പോൾ ഒരു ഡ്രോൺ അദ്ദേഹത്തിന് നേരെ പറന്ന് ചെല്ലാം, അദ്ദേഹത്തിൻ്റെ നാഭിക്ക് നേരെ ആക്രമണം നടത്താം. അപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ഇറാൻ്റെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ പരമോന്നത നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുള്ള അലി ഖമനയുടെ ഒരു മുൻ ഉപദേഷ്ടാവാണെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു രാജ്യാന്തര ബന്ധം ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു വിദ്വേഷം എത്രയോ കാലമായി തുടരുന്ന 2020 ഇറാൻ്റെ സൈനിക നേതാവായിരുന്ന വ്യക്തിയെ, അതായത് ഇറാൻ്റെ സൈനിക നേതാവായിരുന്ന ഖാസിം സുലൈമാനി, ഇയാളെ അമേരിക്ക കൊലപ്പെടുത്തിയിരുന്നു. അന്നു മുതൽ തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായതാണ്. ഇപ്പോൾ വീണ്ടും ഇസ്രയേലുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ തുടർച്ചയായിട്ട് അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, ഇപ്പം ഫൊർദോയ് ആയിക്കോട്ടെ, നദാൻസ് ആയിക്കോട്ടെ, ഇസ്ഫഹാൻ ആയിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ തന്നെ ആണവ ആക്രമണം നടത്തി. എന്താണ്, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു, B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വന്നാം. ഇതിനുശേഷം വെടിനിർത്തലൊക്കെ വന്നു. അതിനുശേഷം സമാധാനം പുനഃസ്ഥാപിച്ച് വരുന്നതിനിടയിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ ഈ വെല്ലുവിളി. ചുരുക്കം പറഞ്ഞാൽ, അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് നേരെ ഒരു വെല്ലുവിളി നടത്തുക, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഇറാന് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തെ വെല്ലുവിളിക്കാനുള്ള ശക്തിയുണ്ടോ? ഇതൊരു പ്രധാന ചർച്ചാ വിഷയം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ആധുനിക കാലത്ത് കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ ട്രംപിന് നേരെ ഒരു ആക്രമണം നടത്താനോ ഏതെങ്കിലും രാജ്യത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 1000-1 സാധ്യത പോലുമില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ, ലോകത്തുള്ള ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവരെ കൊലപ്പെടുത്താൻ മനഃപൂർവ്വം അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ 99.9% സാധ്യതയുമില്ല. എന്നാൽ അവിടെയും ഒരു 0.1 എന്ന് നമ്മൾ പറയാവുന്ന ഒരു ശതമാനം സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിയാലോ, ചുരുക്കം പറഞ്ഞാൽ മറ്റേതെങ്കിലും രാജ്യമോ ആ രാജ്യവുമായി ബന്ധപ്പെട്ട ചാര സംഘടനകളോ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു ആക്രമണ ശ്രമം നടത്തുകയും ചെയ്താൽ ഇറാൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ മുന്നും പിന്നും നോക്കാതെ ഇറാൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ആ രാജ്യത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമാകും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനോട് ഇതേക്കുറിച്ച് ഇപ്പം നിങ്ങൾ ഇങ്ങനെ വെയിൽ കായാൻ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെയിൽ കായാറുണ്ടോ എന്നൊക്കെ ഈ ഫോക്സ് ന്യൂസിൻ്റെ ഒരു പ്രതിനിധിയുണ്ട്, അദ്ദേഹം നേരിട്ട് ട്രംപിനോട് ചോദിക്കുകയുണ്ടായി. അതായത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ വെയിൽ കായാൻ കിടക്കുമോ? പീറ്റർ ഡൂസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും. വെയിൽ കായാൻ കിടക്കുമോ, ഇപ്പോഴും അതൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് അതിനെ വളരെ തമാശയായിട്ട് വളരെ ചിരിയോടെയാണ് എടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ 7 വയസ്സ് വരെയൊക്കെ അങ്ങനെ കിടന്നിട്ടുണ്ടാകും, എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാകാറില്ല, ഞാനത് ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഗൗരവപരമായ കാര്യമുണ്ട്. അതായത് ട്രംപ് നേരത്തെ പറഞ്ഞു, എനിക്കെതിരെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണത്തിന് തുനിഞ്ഞാൽ അല്ല എന്നെ കൊലപ്പെടുത്തിയാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അമേരിക്കയിലെ ഭരണ സംവിധാനത്തിന് കൃത്യമായി ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ട്രംപിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച രാജ്യമോ വ്യക്തികളോ ഒക്കെ പിന്നീട് ഈ ഭൂമുഖത്തുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകി. അപ്പോൾ
തനിക്ക് ഇതിനകത്ത് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇതിനു മുമ്പും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആധുനിക കാലത്ത് ട്രംപിനെ പോലെയുള്ള ഒരു നേതാവിനെ കൊലപ്പെടുത്താനൊന്നും ആരും തയ്യാറാകില്ല. പക്ഷേ ഡ്രോൺ എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഏറ്റവും പുതിയ യുദ്ധതന്ത്രമാണ്. ഇത് നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്കാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ യുദ്ധവിമാനങ്ങളെയൊക്കെ പാകിസ്ഥാൻ തകർത്തു എന്ന് പറയുന്നു. അവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഈ യുദ്ധവിമാനങ്ങളുടെ മാതൃകയിൽ അതേ ഫ്രീക്വൻസി സിഗ്നലുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു എന്താ പറയുന്നത് ഡ്രോണിനെ തയ്യാറാക്കി ഇതിൻ്റെ പുറകെ വിടുന്നു. അപ്പം നമ്മുടെ യുദ്ധവിമാനം എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ആക്രമിക്കുന്നത് ഈ ഡ്രോണിനെയാണ്. അതുപോലെ തന്നെ ഈ ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ 100 200 ഒക്കെ ഡ്രോണുകളെ ഒരുമിച്ച് അയക്കുന്നു. അപ്പോൾ ഡ്രോൺ എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തുള്ള ഒരു യുദ്ധതന്ത്രമാണ്. അപ്പോൾ ചിന്തിക്കും, ഇറാനിൽ നിന്നൊരു ഡ്രോൺ അയച്ച് അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ തീർക്കും? വേണ്ട, ഇറാനിൽ നിന്ന് ജോലി തേടിപ്പോയ ഒരുപാട് ആളുകൾ അമേരിക്കയിലുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ ഇറാനിലുണ്ട്. അവർ ഒരു മുൻകൈയെടുത്തിട്ട് അത്തരത്തിലുള്ളൊരു ഡ്രോൺ ആക്രമണം നടത്തിയാലോ? അതായത് ഇവിടെ പറയുന്ന അല്ലെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ട്. അതായത് ബ്ലഡ് പാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ് സംവിധാനം ഇറാൻ നടത്തുന്നു. ജൂലൈ 8 വരെയുള്ള കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് $27 മില്യൺ അവർ ഈ പറയുന്ന ഓൺലൈൻ വഴി ക്രൗഡ് ഫണ്ടിങ് നടത്തിയത്. ഈ ക്രൗഡ് ഫണ്ടിങ് നടത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാനിലെ നേതാക്കളെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയ്ക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തുകയോ അദ്ദേഹത്തിൻ്റെ ജീവൻ ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്തുകയോ ചെയ്താൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അങ്ങനെ നടപടി സ്വീകരിക്കുന്നവർക്ക് വലിയ സമ്മാനങ്ങൾ നൽകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്ലഡ് പാക്റ്റ് എന്ന് പറയുന്ന ഈ ക്രൗഡ് ഫണ്ടിങ് നടത്തുന്ന ആ സംഘടന അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിൻ്റെ ഹോം പേജിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് കണക്ട് ചെയ്താൽ വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താനായിട്ട് അത്തരം ചില നീക്കങ്ങൾ നടത്താം. ചുരുക്കം പറഞ്ഞാൽ ഇറാൻ ഒരു മരണക്കളിയാണ് നടത്തുന്നത്. അയത്തുള്ള അലി ഖമനയുടെ വിശ്വസ്തരിൽ ഒരാളായ ജാവേദ് ലാരിജാനി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതോടുകൂടി അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവായിട്ട് ഇറാൻ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ലോക രാജ്യങ്ങൾക്കും ബോധ്യപ്പെടുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ വെല്ലുവിളിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ട്രംപിൻ്റെ ജീവൻ വെച്ച് ഇറാൻ കളിക്കുന്നു എന്നൊരു നീക്കം നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന നാറ്റോ സഖ്യം ഇവരെല്ലാം തന്നെ ഇറാന് എതിരായിട്ട് വരാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് ഇറാൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഇനി ആണവ സമ്പുഷ്ടീകരണവുമായിട്ട്, അതായത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന പരിപാടിയുമായിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ മുന്നറിയിപ്പില്ലാതെ ഇറാനെ ആക്രമിക്കും. ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്താ? ഇറാനെ തീർക്കുക എന്നുള്ളതാണ്. ഇസ്രയേൽ ഇപ്പോഴും ഇറാന് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ അമേരിക്കയുടെ പൂർണ്ണ സഹകരണം കൂടെ കിട്ടിയാൽ ഇനിയും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാനെ പൂർണ്ണമായിട്ട് തകർക്കാം. അപ്പോൾ ട്രംപ് സ്വന്തം വസതിയിൽ, അതായത് ഫ്ലോറിഡയിലെ വസതിയിൽ വെയിൽ കായാൻ കിടക്കുന്ന സമയത്ത് ഒരു ഡ്രോൺ വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന് പറയുന്നതും യുദ്ധത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതാണ്. ഇത് വളരെയധികം പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. ഇതാണ് ഇറാൻ്റെ ഗവൺമെൻറ് ഒഫീഷ്യൽ തന്നെ വ്യക്തമാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇറാൻ ചോദിച്ചു വാങ്ങുന്ന ഒരു പണിയായിട്ട് ഇത് മാറും. എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാജ്യം ഈ അമേരിക്കയ്ക്കെതിരെ, ട്രംപിനെതിരെ ഒരു നീക്കം നടത്തുകയോ അവരുടെ ചാരസംഘടനകൾ നീക്കം നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ പഴി മുഴുവൻ ഇറാൻ്റെ മേൽ വന്ന് പതിക്കും. അതിൻ്റെ തുടർഫലം അല്ലെങ്കിൽ തുടർ നടപടി എന്ന് പറയുന്നത് ഭൂമുഖത്തു നിന്ന് തന്നെ ഇറാനെ തുടച്ചു നീക്കുന്ന രീതിയിലുള്ള ആക്രമണം അമേരിക്ക നടത്താം. അതാണ് ട്രംപ് പറഞ്ഞത്, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അമേരിക്കൻ ഭരണകൂടത്തിനറിയാം എന്ത് ചെയ്യണമെന്ന്. സ്വാഭാവികമായും ഇത്തരമൊരു ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്കയുടെ പ്രധാനപ്പെട്ട ടാർഗറ്റിലൊന്നായിട്ട് ഇറാൻ മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഇറാന് മേൽ ആണവ ആയുധം പോലും അമേരിക്ക പ്രയോഗിച്ചേക്കാം. അപ്പോൾ ചരിത്രത്തിൽ 2ാം തവണ അമേരിക്ക എന്തിന് ആണവായുധം പ്രയോഗിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ കൃത്യമാണ്. ട്രംപ് എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചു. ഇത് മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ ആണവായുധം പ്രയോഗിച്ചു. ഇപ്പോൾ
സൈനിക ശക്തിയിൽ അമേരിക്കയെ വെല്ലുവിളിക്കാനൊന്നും ഇറാന് സാധിക്കില്ല. മാത്രമല്ല, ഇസ്രയേലുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടാകുന്ന സ്ഥിതിക്ക് ഇസ്രയേലിന് ഇറാൻ്റെ വ്യോമപാത ഏതാണ്ട് കാണാപ്പാടമാണ്. ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ തകർത്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രംപിനെതിരെ ഒരു ഭീഷണി മുഴക്കുക അല്ലെങ്കിൽ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണെന്ന് ഇറാൻ എന്താണ് മനസ്സിലാക്കാത്തത്? അപ്പോൾ അയത്തുള്ള അലി ഖമനയി മുമ്പ് ബങ്കറിൽ ഒളിച്ചിരുന്ന സ്ഥലം വരെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞതാ. എൻ്റെ ഔദാര്യത്തിലാണ് ഇന്നും ഈ ഖമനയി ജീവിക്കുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ബ്ലഡ് പാക്ട് എന്ന് പറയുന്ന ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ് വലിയ തോതിൽ പണം സമാഹരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഭരണകർത്താക്കൾക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ, പ്രത്യേകിച്ച് അയത്തുള്ള അലി ഖമനയ്ക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ ശ്രമിച്ചാൽ അവരെ തീർത്ത് കളയുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പണമൊക്കെ സ്വരൂപിച്ചത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തരത്തിലൊരു ഡ്രോൺ ആക്രമണത്തിൻ്റെ ഭീഷണി ഉയർത്തിയാൽ അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത്. നിലവിൽ ഡൊണാൾഡ് ട്രംപ് ചിരിച്ച് കാര്യങ്ങളെയൊക്കെ കൈവിട്ടിട്ടുണ്ടെങ്കിലും വളരെ ഗൗരവമായിട്ടാണ് അമേരിക്കൻ ഭരണകൂടം ഇത് എടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ ഭീഷണിക്ക് അമേരിക്കയുടെ മറുപടി ഏത് രീതിയിലായിരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.